റാപ്പർ വേടനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വേടൻ നല്ലൊരു വ്യക്തിയാണ്, വേടൻ്റെ വരികൾ നല്ലതാണ്, ഒരുപാട് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന വരികളാണ്. അതിൻ്റെ അനന്തരഫലമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ അതിനുശേഷം പുലിപ്പല്ലിൻ്റെ പേരിൽ കേസെടുത്തതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇത്രയൊക്കെ ആയിട്ടും വേടൻ്റെ ആരാധകർക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ ആരാധന ഒരുപാട് കൂടുമ്പോൾ അത് പല രീതിയിലും ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് വേടൻ്റെ ആരാധകരെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവൻ എന്താണ് ഈ പറയുന്നത്? വേടൻ്റെ ആരാധകർക്ക് എന്താ പ്രശ്നം? അവർക്ക് ഒരു കുഴപ്പമില്ല, അവരൊക്കെ വളരെ സുഖമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ആരാധന അമിതമാവുമ്പോൾ പലർക്കും പല രീതിയിലും അത് ബാധിക്കപ്പെടാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ വയ്ക്കാം. ആ വീഡിയോ വയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഓടി വന്നിട്ട് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വേടനും വേടൻ്റെ ആരാധകരുമാണ്. എനിക്ക് വേടനെ ഇഷ്ടമാണ്, വേടൻ്റെ പ്രോഗ്രാമുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ പോലും ഇതുവരെയും അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. തിരുവനന്തപുരത്താണെങ്കിലും കനകക്കുന്നിൽ ഒരിക്കൽ വേടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 6000 പേര് പങ്കെടുക്കേണ്ട ഗാലറിയിൽ, അല്ലെങ്കിൽ 6000 പേർക്ക് മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേജിൽ അന്ന് അവിടെ പങ്കെടുത്തത് 20,000-ന് മേലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്രമാത്രം ആരാധകരുള്ളൊരു റാപ്പറാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത്. ഇന്ന് എന്തുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേടൻ്റെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമിന്റെ സമയം എത്രയാണെന്നും പ്രോഗ്രാമിന് ഈ ആരാധകർ എത്ര മണിക്ക് വന്നു എന്നൊക്കെ ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് കാണിച്ചു തരാം. അതിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കണമോ അതോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആളുകൾ ഇത്രമാത്രം എന്താ പറയുക, അതപ്പതിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല. അവരുടെ ആരാധന കൊണ്ടും അല്ലെങ്കിൽ സ്നേഹം കൊണ്ടൊക്കെയാണ് അവിടെ വരുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. പ്രത്യേകിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്കെന്തായാലും ആ വിഷയത്തിലേക്കൊക്കെ വരാം. എന്തുകൊണ്ടാണ് വേടൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തത് എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഒരു പക്ഷേ സംഘാടകർ കാണികളെ അറിയിച്ചിട്ടുണ്ടാവില്ല വേടൻ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളത്. അതിൽ ശരിക്കുള്ള വസ്തുത എന്ന് പറയുന്നത്, ആ പ്രോഗ്രാമിന്റെ സെറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സ്റ്റാഫിന് ഷോക്കേറ്റ് മരണം സംഭവിച്ചു. ലിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇത് അറിഞ്ഞതിന്റെ പേരിലാണ് വേടൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത്. അതിന് എനിക്ക് വേടനോട് അതിയായ ബഹുമാനം തോന്നുന്നത്. കാരണം ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇത് ഈ സംഘാടകർ കാണികളെ അറിയിക്കാത്തതാണോ എന്നറിയില്ല. കാണികൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചെളിവാരി എറിയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെ പല രീതിയിലാണ് കാണികൾ റിയാക്ട് ചെയ്തത്. നമുക്കാദ്യം വേടൻ എന്തുകൊണ്ടാണ് പ്രോഗ്രാം പങ്കെടുക്കാത്തതെന്ന് വേടൻ തന്നെ വേടൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എന്താണ് വേടൻ പറയുന്നതെന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. വേടൻ പറയുന്നത്, വേടൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഏതൊരാൾക്കും തോന്നുന്നൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരും അത് ചെയ്യുമോ എന്നറിയില്ല. ചിലർ പറയും ദ ഷോ മസ്റ്റ് ബി ഗോൺ എന്നൊക്കെ പറയും. വേടനെ സംബന്ധിച്ച് ഈ പ്രോഗ്രാമിന് കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിലുടനീളം ഉണ്ടാവേണ്ട ഒരാളാണ്. ആ വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുക? ഇതാണ് മനുഷ്യത്വമുള്ള ഏതൊരാളും ചിന്തിക്കുന്നത്. അവിടെ ഷോയ്ക്കല്ല ഇമ്പോർട്ടൻറ്റ്, ആ മരിച്ചുപോയ വ്യക്തിയോടുള്ള ഒരു ആദരമാണ്. അത് വേടൻ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. വേടൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അദ്ദേഹത്തിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഇത് സംഘാടകരെ വേടൻ അറിയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ സംഘാടകരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടകർ അത് വളരെ വ്യക്തമായിട്ട് അവിടെ വന്നിരുന്ന ആൾക്കാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പിരിഞ്ഞു പോകാറുണ്ട്. കാരണം മലയാളികൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരൊന്നുമല്ല. ഉറപ്പായിട്ടും അവർ കാര്യം മനസ്സിലാക്കി പിരിഞ്ഞു പോകാറുണ്ട്. എന്നാൽ സംഘാടകർ അവിടെ അറിയിച്ചത്, ഞാൻ മനസ്സിലാക്കിയ പ്രകാരം, വേടന് വരാനുള്ള വണ്ടി കിട്ടിയില്ല എന്ന രീതിക്കാണ് അറിയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത്. ഇത് കാര്യമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നാട്ടുകാർ കാര്യം മനസ്സിലാക്കി പിരിഞ്ഞു പോയേനെ, ഒരുപാടൊന്നും ആൾക്കാർ പ്രൊവോക്ഡ് ആവില്ലായിരുന്നു. പക്ഷേ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ബാക്കി കേൾക്കാം. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ തടിച്ചുകൂടിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് വേടനെ പോലെ ഒരാൾ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. വേടൻ അവിടെ എത്തിക്കഴിഞ്ഞു.
അപ്പോൾ ഇനി പ്രോഗ്രാം ചെയ്തിട്ട് പോയാൽ മതി എന്നായിരിക്കും ഒരു പക്ഷെ അവർ പറയുന്നത്. വരാതിരുന്നു കഴിഞ്ഞാൽ വന്നില്ല എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാക്കി അവർക്ക് പിരിഞ്ഞു പോകാം. എന്നാൽ എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും, എല്ലാവരും അല്ലെങ്കിലും ചില ആൾക്കാരെങ്കിലും പറയും നീ പ്രോഗ്രാം ചെയ്തിട്ട് പോയാൽ മതി എന്നും പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചു നിർത്താം. അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കാം. ഇത് മനസ്സിലാക്കിയിട്ടാണ് വേടൻ ആ പ്രോഗ്രാം ഒഴിവാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ, ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് വേടൻ. അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്, എനിക്കും മനസ്സിലായ കാര്യമാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. തൻ്റെ പ്രോഗ്രാമിൽ ടെക്നീഷ്യനായിട്ട് വന്നൊരു ആൾ മരണപ്പെട്ടപ്പോൾ ആ പ്രോഗ്രാം നടത്താതെ അതിൽ നിന്ന് മാറാൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് ജാങ്കോ സ്പേസ് എന്ന് പറയുന്നൊരു വമ്പൻ ചാനലുണ്ട്. യൂട്യൂബിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഫേസ്ബുക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ചാനലാണ്. ഇവരൊരു സാധനം പടച്ചിറക്കിയിട്ടുണ്ട്. കിളിമാനൂർ പരിപാടിയിൽ നിന്നും അവസാന നിമിഷം പിന്മാറി വേടൻ ചെയ്തത് ശരിയാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെ പറയാതെ ഒരു വിഭാഗം ആൾക്കാരുടെയെങ്കിലും ഹെയ്റ്റ് വേടനിൽ ഉണ്ടാവാൻ വേണ്ടി, കാരണം എന്താണ് കാര്യം എന്നറിയാത്തവർ ഏറ്റ പ്രോഗ്രാമിൽ നിന്ന് പെട്ടെന്ന് പിന്മാറി, അത് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പോസ്റ്റായിട്ടാണ് ജാങ്കോ സ്പേസിൻ്റെ ഈ പോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കിത് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി വേടനെ മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് വേടന് സ്വാഗതം 2025 ജൂൺ 15 അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് വേടൻ തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ സംഘാടകരൊന്നും അത് അറിഞ്ഞിട്ടില്ല. അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഏജൻറ്റ് കൊടുത്തൊരു പണിയാണെന്നാണ്. വേടന് പോലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയില്ല. 1000 രൂപയാണ് എൻട്രി ഫീസ് വെച്ചിരിക്കുന്നത്. 10,000 കണക്കിന് ആൾക്കാരായിരിക്കും ആ പ്രോഗ്രാമിൽ തള്ളിക്കയറുന്നത്. അപ്പോൾ 1000 രൂപ വെച്ചിട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയൂ. അവിടെ ഇതുപോലെ തന്നെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വേടന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ 1000 രൂപയിലെ പോട്ടെ എന്ന് പറഞ്ഞ് ചില ആൾക്കാരെങ്കിലും പുറത്ത് പോകാം, ചില ആൾക്കാരെങ്കിലും വിട്ടുപോകാം. അപ്പോൾ എന്തിനാണ് ഈ ഒരാളെ ഇങ്ങനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കിളിമാനൂർ നടന്ന പ്രോഗ്രാമിൽ കാണികളുടെ റിയാക്ഷൻ അറിയണ്ടേ? അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്താ ഇങ്ങനെ തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താണ് തന്തവൈബാണോ? തന്തവൈബ് കൊണ്ടല്ല. ആ കുട്ടി പറയുന്നൊരു കാര്യം, ഉച്ചയ്ക്ക് 2:30 മണി മുതൽ കാത്തു നിൽക്കുകയാണ് വേടനെ കാണാൻ വേണ്ടി. രാത്രി 8:30 പ്രോഗ്രാമിന് 2:30 മണി മുതൽ കാത്തു നിൽക്കുകയാണ്. 10:30 മണിയായപ്പോഴാണ് അറിയുന്നത് വേടൻ വരില്ല എന്നുള്ളത്. ചിന്തിക്കണം. 2:30 മണി മുതൽ രാത്രി 10:30 മണി വരെ വേടനെ കാത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി തന്നെ പറയുന്നു വീട്ടിൽ പോലും അറിയാതാണ് ഞാൻ വന്നതെന്ന്. ഇവർക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാതെ ഞാൻ ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും ആരുമില്ലേ? എവിടെയാണ് നീ, എങ്ങോട്ടാ പോയത് എന്ന് പോലും ചോദിക്കാൻ ആരുമില്ലേ? ആരും അറിയാതിരുന്ന ആ കുട്ടിയെ ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അമ്മാതിരി പ്രൊമോഷനാണ് ആ വീഡിയോ കിട്ടിയത്. എന്തായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി, ഇതുവരെ വേട വന്നിട്ട് ആവശ്യമില്ലാത്ത ആസിഫലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളോട് പിടിച്ചെടുത്ത് കുറ്റിയടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ആ മോളുടെ ആഗ്രഹവും കൊതിയൊന്നും കാണാതെ പോകരുത്. വീട്ടിൽ നിന്നും പെർമിഷൻ പോലും ഇല്ലാതെ വേടനെ കാണാൻ വേണ്ടി ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് വേടൻ വരില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2:30 മണി മുതൽ രാത്രി 10:30 മണി വരെ കാത്തു നിൽക്കുകയാണ് വേടനെ കാണാൻ വേണ്ടി. ആരാധനയാവാം, പക്ഷെ അതൊരു ഒരുതരം ഭ്രാന്തമായ ആരാധനയാവാൻ പാടില്ല. അത് മനുഷ്യനെ വല്ലാണ്ട് നശിപ്പിച്ച് കളയും. ഈ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയുടെ വീട് ചെറിയൻകീഴാണെന്ന് പറയുന്നു. കിളിമാനൂർ നിന്ന് ചെറിയൻകീഴ് വരെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. എനിക്കറിയില്ല ഈ കുട്ടികളുടെ പോക്കൊക്കെ എങ്ങോട്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് പറയാം തന്തവൈബാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്തവൈബാണ്, അല്ലെങ്കിൽ ഇവന് 18ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടില്ല എന്നൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന കാഴ്ചകൾ ഒക്കെ ആ ലെവലിലായതുകൊണ്ട് നമുക്കിങ്ങനെ ചിന്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കുട്ടിക്ക് വേറെ എന്തൊക്കെയാ പറയാനുണ്ട്, കേട്ടുപോകാം. എത്ര മണിക്കൂറായിട്ടാണ് നമ്മൾ 2:30 വന്ന് നമ്മളാണ്, 2:30 വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. വേടൻ എത്തിയേ പറ്റൂ. വേടൻ എത്തിയില്ലെങ്കിൽ ഇവിടെ സീനാണ്, ഇവിടെ എന്തൊന്ന് സംഭവിക്കാം എന്നാണ് മോള് പറഞ്ഞു വെക്കുന്നത്. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും പറഞ്ഞിട്ട് മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തുടങ്ങി തീരാറായില്ലേ? ഇത് നേരത്തെ ചിന്തിക്കാൻ പാടില്ലായിരുന്നോ? 8:30 പ്രോഗ്രാമിന് 2:30 അവിടെ എത്തിയിട്ട് 8:30 8:30 കഴിഞ്ഞു, 9:30 കഴിഞ്ഞു, 10:30 ഇപ്പോഴാണ് ചിന്തിക്കുന്നത് നമ്മൾ എപ്പോൾ ഇനി വീട്ടിൽ പോകും അല്ലയ്യാ എന്ന് ചോദിക്കുന്നത്. 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങാൻ ഷോ. ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാണ്. ഇനിയെങ്കിലും കൊണ്ടുവരും വേദന. ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾ 2 മണിയോട് ഒരേ കടന്ന് നിൽക്കാൻ വണ്ടി കിട്ടി വീട്ടിൽ
ഒരുതരം ആരാധന തന്നെയാണ്. പക്ഷേ ആരാധന അമിതമായാലും അതും പ്രശ്നമാണ്. അത് പോകെ പോകെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് വേടൻ യാതൊരു തെറ്റുമില്ല കേട്ടോ. കാരണം വേടൻ സംഭവിച്ച കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. സംഘാടകരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അവരത് കാര്യം വ്യക്തമായിട്ട് ഈ ആൾക്കാരെ അറിയിച്ചിരുന്നുവെങ്കിൽ അവരവിടെ കാത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു, കാത്തു നിൽക്കില്ലായിരുന്നു. ഈ മരണം പോലും അവർ മറച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ചോളൂ. വീണ്ടും കാണാം.